നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അബിഷ. CSE ദക്ഷിണ കേരള മഹായിടവക VBS മിനിസ്ട്രിയുടെ ഭാഗമായി 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണി വരെ VBS ഫെസ്റ്റ് LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. VBS ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മഹായിടവക ബിഷപ്പ് റവറന്റ് ഡോക്ടർ പ്രിൻസൺ ബെൻ തിരുമേനി നിർവഹിക്കും. അതോടൊപ്പം ജനപ്രിയരായ അതിഥികളും പങ്കെടുക്കും. എല്ലാ VBS കുഞ്ഞുങ്ങളുടെയും സമർപ്പണത്തെ പുതുക്കുന്ന ആത്മീയ സംഗമമാണ് VBS ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഡാൻസിലൂടെയും ദൈവവചനം പഠിക്കുകയും ഒപ്പം പപ്പറ്റ് ഷോയും മാജിക്കും ഗെയിംസും ലക്കി ഡ്രോയും ഫുഡ് കോർട്ടും VBS ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉച്ചഭക്ഷണം ലഭിക്കുന്നതാണ്. 20 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 2026 സെപ്റ്റംബർ 5-നുള്ളിൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡിൽ VBS ഫെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. CSE ദക്ഷിണ കേരള മഹായിടവക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ ദിനാചരണവും പ്രത്യേക സ്തോത്ര സമർപ്പണവും 2026 ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഓരോ സഭകളിലും ക്രമീകരിക്കേണ്ടതാണ്. കരുതാം കൈകോർക്കാം എന്നതാണ് ജീവകാരുണ്യ ഞായറിന്റെ ചിന്താവിഷയം. കൂടുതൽ വിവരങ്ങൾക്കായി ചാരിറ്റബിൾ സൊസൈറ്റി മാനേജർ റവറന്റ് ഡോക്ടർ CR ഗോഡ്വിനച്ചൻ നമ്മോടൊപ്പം ചേരുന്നു. ദക്ഷിണ കേരള മഹായിടവക ചാരിറ്റബിൾ സൊസൈറ്റി അഥവാ ജീവകാരുണ്യ സമിതി ഏതാണ്ട് 7 ദശകങ്ങളായി അനാഥ ബാല്യങ്ങൾ കത്താണിയും ദാരിദ്ര്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ പിടയുന്നവർക്ക് പ്രത്യാശയും വൈകല്യങ്ങളുടെ ലോകത്തിൽ ഇടറി നിൽക്കുന്നവർക്ക് മാർഗദീപവുമായി ഫലപ്രദമായ കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഏകദേശം 700ഓളം കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം നമ്മുടെ ഹോമിൽ താമസിക്കുന്നവരായും പ്രത്യാശ ഹോമുകളിൽ താമസിക്കുന്നവരായി നമ്മോടൊപ്പമുണ്ട്. ഡേ കെയർ സെൻ്ററിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ആഗോള നിലവാരത്തിലുള്ള CRD ഹോമിൽ സ്പെഷ്യൽ സ്കൂളിലുമായി പഠിക്കുന്ന പ്രത്യേക സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇവരെ സന്ധിക്കുവാൻ ഇവർക്ക് ആവശ്യം വേണ്ടുന്ന ഭക്ഷണവും മറ്റ് പാർപ്പിടങ്ങളും പഠനങ്ങൾക്കുമായി ധാരാളം തുക നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. ഒരു മാസം ഏകദേശം 5 ലക്ഷത്തിലധികം രൂപ നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. മുമ്പ് വിദേശികളായ ആളുകളിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ലഭ്യമായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിലച്ച സാഹചര്യത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ അവർക്ക് ആവശ്യം വേണ്ടുന്ന തുകകൾ നമ്മൾ സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അറിയുന്ന പോലെ തന്നെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഹോമുകളിൽ പഠിക്കുന്ന അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ, ഉപേക്ഷിച്ച് പോയ കുഞ്ഞുങ്ങൾ, സിംഗിൾ പാരൻ്റായിട്ടുള്ള സാധുക്കളായ മക്കൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. ജീവകാരുണ്യ ഞായറായി ഓഗസ്റ്റ് മാസം 16-ാം തീയതി നമ്മൾ ആചരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്കായി അകമഴിഞ്ഞ് സഹായിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ സഭകളിൽ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ഇതിനെക്കുറിച്ച് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ആ ദിനം നമ്മൾ സ്പെഷ്യൽ സ്തോത്ര കാഴ്ച അർപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മുടെ അച്ഛന്മാരുടെയും സഭാപ്രവർത്തകരുടെയും വളരെ താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ ഇടപെടലിനെയും സ്നേഹപൂർവ്വം ജീവകാരുണ്യ സമിതി ഓർക്കുകയാണ്. അപ്പോൾ കൂടാതെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ 2000 രൂപ നൽകിയാൽ ആ കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് കഴിയും. പാറശാല C ഹോമിനായി നമ്മൾ ഒരു 50 ലക്ഷം രൂപ ചിലവാക്കി നല്ലൊരു ഹോം പണിയുകയാണ്. കാരണം വളരെ ജീർണിച്ച അവസ്ഥയിലാണ് അവർ താമസിക്കുന്ന ഇപ്പോഴത്തെ ഹോം. അതുകൊണ്ട് തന്നെ CWC നമുക്ക് ഫിറ്റ്നസ് തരാതെ അവിടെ നമുക്ക് കുഞ്ഞുങ്ങളെ പാർപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ 1ാമത്തെ വാർപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി തുടർന്നുള്ള പണികൾക്കായി നമുക്ക് തുക സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സെപ്റ്റംബർ മാസം 6-ാം തീയതി നമ്മൾ 6:30 ഒരു മെഗാ ഷോ സംഘടിപ്പിക്കുകയാണ്. സാമ്രാജ് ഷോ എന്ന തരത്തിൽ കഴിയും. അന്നേ ദിവസം ഈ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും കലാവിരുതുകളും കൂടെ നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. കൂടാതെ ഒരു കനിവെന്ന് പറയുന്ന ഒരു മാഗസിൻ നമ്മൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയും. ഒരു വർഷത്തേക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കുഞ്ഞുങ്ങളുടെ ഫോട്ടോസും അവരുടെ ലൈഫ് സ്റ്റൈലുകളും അവരുടെ ജീവിത രീതികളെയും കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകുവാൻ എല്ലാവരോടും ആലോചനയായി അറിയിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവക പാലിയേറ്റീവ് കെയറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ വേദനിക്കുന്നവർക്ക് സാന്ത്വനമായും അനേകം രോഗികൾക്ക് ആശ്വാസമായും മഹായിടവക സെക്രട്ടറിയും പാലിയേറ്റീവ് കെയർ സെക്രട്ടറിയുമായ ഡോക്ടർ TT പ്രവീൺ MLA നേതൃത്വത്തിൽ നടന്നുവരുന്നു. അതിന്റെ ഭാഗമായി വൃക്ക സംബന്ധമായ രോഗം ബാധിച്ച് ഡയാലിസിസിന് വിധേയമാക്കപ്പെടുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് ചെയ്ത് നൽകുന്ന പദ്ധതിയും അതോടൊപ്പം പ്രതിമാസ ധനസഹായ പദ്ധതിയും ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിലേക്കായി സഭകളിൽ പരസ്യം പറയുകയും അർഹതയുള്ള ഡയാലിസിസ് രോഗികളിൽ നിന്ന് പദ്ധതികളിൽ അംഗമാകാനുള്ള ഫോറം പൂരിപ്പിച്ച്
സഭാ ശുശ്രൂഷകന്റെ ഡിസ്ട്രിക്ട് ചെയർമാന്റെയും ഒപ്പോടുകൂടി മെഡിക്കൽ റിപ്പോർട്ടിന്റെ പകർപ്പും ചേർത്ത് 2026 ഓഗസ്റ്റ് 31 മുൻപായി മഹായിടവക പാലിയേറ്റീവ് കെയർ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. CSA ദക്ഷിണ കേരള മഹായിടവക ജീവകാരുണ്യ സമിതി കനിവെന്ന ത്രൈമാസിക LMSലെ ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസിൽ നിന്ന് ലഭ്യമാണ്. 100 രൂപ വാർഷിക വരിസംഖ്യയായി നൽകി മാസിക വരിക്കാരാവുക. ലേഖനങ്ങൾ, ബൈബിൾ ക്വിസ് മത്സരങ്ങൾ, മാതൃകാ പഠനങ്ങൾ, വേർഡ് ഇൻ ഡീപ്പ് മത്സരം, കഥകൾ, വേദ പഠനങ്ങൾ, ധ്യാന ശകലങ്ങൾ, ചാരിറ്റബിൾ വാർത്തകൾ തുടങ്ങിയവ മാസികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ത്രൈമാസികയുടെ വരിക്കാരാകുവാൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിൽ നിന്ന് കനിവ് വരിസംഖ്യ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. CSA ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് കീഴിലുള്ള ജോൺ കോക്സ് മെമ്മോറിയൽ CSA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണമൂല തിരുവനന്തപുരം, മോഡറേറ്റഡ് ഗ്ലാഡ്സ്റ്റൺ CSA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ് പാറശാല തുടങ്ങിയ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും സ്വാശ്രയ ലോ കോളേജിലേക്കും പ്രിൻസിപ്പൽ നിയമനത്തിനായി മികച്ച പരിചയ സമ്പത്തുള്ള അക്കാദമിക് വിദഗ്ധരിൽ നിന്ന് CSA ദക്ഷിണ കേരള മഹായിടവക അപേക്ഷകൾ ക്ഷണിക്കുന്നു. മികച്ച അക്കാദമിക് ഭരണ നേതൃത്വ പരിചയമുള്ള പ്രൊഫസർമാർക്കും മികച്ച അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് പരിചയമുള്ള 65 വയസ്സിൽ താഴെയുള്ള വിരമിച്ച പ്രൊഫസർമാർക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിശദമായ ബയോഡേറ്റയും അനുബന്ധ രേഖകളും എത്രയും വേഗം അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 94 47 04 89 88 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.